ഒരു കാലത്ത് ഹോളിവുഡ് സിനിമകളിലും ചാരനോവലുകളിലും മാത്രം കണ്ടിരുന്ന റഷ്യൻ ഷാഡോ ഓപ്പറേഷനുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി യൂറോപ്പിന്റെ തെരുവുകളിൽ സഞ്ചരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായാലും ക്രെംലിന്റെ കണ്ണുകൾ അവിടെ എത്തുന്നുവെന്ന ഭീതിയാണ് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ അലട്ടുന്നത്. കാരണം റഷ്യ ഒരു രാജ്യം മാത്രമല്ലെന്ന് ലോകം വീണ്ടും തിരിച്ചറിയുകയാണ്. അതൊരു സിസ്റ്റമാണ്, ഒരു നെറ്റ്വർക്കാണ്, അതിലുപരി ഭയത്തെ പോലും ആയുധമാക്കുന്ന ഒരു സൂപ്പർ പവർ മനോഭാവമാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം ലോകരാഷ്ട്രീയത്തിന്റെ നിയമങ്ങൾ തന്നെ മാറി. അമേരിക്കയും യൂറോപ്പും സാമ്പത്തിക ഉപരോധങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ റഷ്യ മറുപടി പറഞ്ഞത് പ്രസ്താവനകളിലൂടെ മാത്രമായിരുന്നില്ല, പകരം ലോകത്തിനൊരു മൗന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. റഷ്യയെ വെല്ലുവിളിക്കുന്നവർക്ക് അതിർത്തികളിൽ രക്ഷയില്ല. ഇന്ന് ഫ്രാൻസിലെ ഒരു ചെറിയ നഗരത്തിൽ ജീവിക്കുന്ന റഷ്യൻ വിമതൻ മുതൽ ലിത്വാനിയയിലെ ആക്ടിവിസ്റ്റ് വരെ പലരും ഓരോ ദിവസവും നിഴലുകളെ ഭയന്നാണ് ജീവിക്കുന്നത്. കാറുകളിൽ ഒളിപ്പിച്ച ട്രാക്കറുകൾ, വീടുകൾ ചുറ്റി നിരീക്ഷിക്കുന്ന അജ്ഞാത സംഘം, മെയിൽ ബോക്സുകളിൽ ബോംബ് ഗൂഢാലോചനകൾ, ഇതെല്ലാം യൂറോപ്പിന്റെ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്: ശീതയുദ്ധം അവസാനിച്ചിട്ടില്ല, അത് രൂപമാറ്റം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. റഷ്യയുടെ ശക്തി ഇന്ന് വെറും ടാങ്കുകളിലോ മിസൈലുകളിലോ ഒതുങ്ങുന്നില്ല. ലോകത്തിന്റെ ഏതു കോണിലും സ്വന്തം ശത്രുക്കളെ കണ്ടെത്താൻ കഴിയുന്ന രഹസ്യശേഷിയിലാണ് ക്രെംലിന്റെ യഥാർത്ഥ ഭീതി ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിന്റെ റഷ്യ ചിലർ ഒരു രാജ്യം എന്നതിലുപരി അദൃശ്യ സാമ്രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് വെറും ഒരു ചാരക്കഥയല്ല, ഇത് ശക്തിയുടെ, പ്രതികാരത്തിന്റെ, ആഗോള രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട വശത്തിന്റെ കഥയാണ്. യൂറോപ്പിന്റെ രാത്രികളിൽ നിന്ന് പരക്കുന്നത് ഒരു ചോദ്യമാണ്: റഷ്യയുടെ നിഴലിനി എത്ര ദൂരം നീളും? ഇന്ന് ഫ്രാൻസിലെ ബിയാരറ്റ്സിൽ ജീവിക്കുന്ന റഷ്യൻ ആക്ടിവിസ്റ്റ് വ്ളാഡിമിർ ഒസെച്കിന്റെ ജീവിതം അതിന്റെ തന്നെ തെളിവാണ്. സാധാരണ ഒരു മനുഷ്യൻ തന്റെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോവുകയോ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോവുകയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കാറില്ല. എന്നാൽ ഒസെച്കിന് ഓരോ യാത്രയും ജീവൻ പണയം വെച്ചുള്ള ഒരു നീക്കം തന്നെയാണ്. ഫ്രഞ്ച് പോലീസ് സംരക്ഷണത്തിനായതിനാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും അദ്ദേഹം സുരക്ഷാ സംഘത്തെ വിളിക്കണം. കാരണം ഫ്രഞ്ച് അധികാരികൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ റഷ്യൻ ഘടകങ്ങൾ ശ്രമിക്കുന്നുവെന്നാണ്. റഷ്യൻ ജയിലുകളുടെ പീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും തുറന്നു കാട്ടിയ ആളായിരുന്നു ഒസെച്കിൻ. പിന്നീട് അദ്ദേഹം യുക്രൈനിലെ റഷ്യൻ സൈനിക അതിക്രമങ്ങൾ പുറത്തു കൊണ്ടുവരാനും റഷ്യൻ സൈന്യത്തിൽ നിന്ന് കൂറുമാറിയവരെ രക്ഷിക്കാനും തുടങ്ങി. അതോടെയാണ് അദ്ദേഹത്തിനെതിരായ ഭീഷണികൾ കൂടുതൽ രൂക്ഷമായത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ വീട്ടുചുമരിൽ ചുവന്ന ലേസർ ഡോട്ട് പ്രത്യക്ഷപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞത് ഇന്നും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അതൊരു സ്നൈപ്പറുടെ ലക്ഷ്യ സൂചനയാണെന്ന് അദ്ദേഹം കരുതുന്നു. ഒരു മുന്നറിയിപ്പ്: ഞങ്ങൾ നിന്നെ കാണുന്നുണ്ട് എന്ന മൗന സന്ദേശം. 2025 ഫ്രഞ്ച് പോലീസ് തടഞ്ഞ ഗൂഢാലോചന കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഡാഗസ്ഥാനിൽ നിന്നുള്ള റഷ്യൻ പുരുഷന്മാരുടെ സംഘം ദിവസങ്ങളോളം ഒസെച്കിന്റെ വീട് നിരീക്ഷിക്കുന്നുവെന്നാണ് കോടതി രേഖകൾ പറയുന്നത്. ലക്ഷ്യം വെറും കൊലപാതകമല്ലായിരുന്നു. ഫ്രാൻസിൽ താമസിക്കുന്ന റഷ്യൻ വിരുദ്ധ ശബ്ദങ്ങളെയെല്ലാം ഭയപ്പെടുത്തുക എന്നതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തവരിൽ ചിലർ സാധാരണ കുറ്റവാളികളായിരുന്നു. ചിലർ റഷ്യൻ സുരക്ഷാ ഏജൻസികളുമായി ബന്ധമുള്ളവരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതാണ് പുതിയ മാതൃക. മുൻകാലങ്ങളിൽ നേരിട്ട് ചാരന്മാരെ ഉപയോഗിച്ചിരുന്ന റഷ്യ ഇപ്പോൾ പ്രോക്സികളായി കുറ്റവാളികളെയും കുടിയേറ്റക്കാരെയും റിക്രൂട്ട് ചെയ്യുകയാണ്. യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളും സമാന സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ലിത്വാനിയയിൽ റഷ്യൻ വിരുദ്ധ ആക്ടിവിസ്റ്റായ വാൽദാസ് ബാട്കെവിച്ചിസിനെ കൊല്ലാൻ മെയിൽ ബോക്സിൽ ബോംബ് സ്ഥാപിക്കാനുള്ള ഗൂഢാലോചന തകർത്തു. ബാഷ്കോട്ടോസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുയർത്തുന്ന റുസ്ലാൻ ഗബ്ബസോവിന്റെ കാറിൽ ഒളിപ്പിച്ച എയർടാഗ് ട്രാങ്കർ കണ്ടെത്തി. പിന്നീട് വീടിന് സമീപത്ത് തോക്കുകളുമായി കാത്തുനിന്നിരുന്ന ഒരാളെ പോലീസ് പിടികൂടിയതായി അദ്ദേഹത്തെ അറിയിച്ചു. എന്നാൽ ഒളിച്ചോടാനോ അപ്രത്യക്ഷനാകാനോ അവർ തയ്യാറായില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് അത് റഷ്യയുടെ വിജയമായിരിക്കുമെന്നതാണ്. റഷ്യയുടെ സുരക്ഷാ യന്ത്രം ഇന്ന് വെറും ചാരപ്രവർത്തനത്തിലോ വിവരശേഖരണത്തിലോ ഒതുങ്ങുന്നില്ലെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. മറിച്ച് മനഃശാസ്ത്ര യുദ്ധമാണ് ശരിക്കും അവിടെ നടക്കുന്നത്. ലക്ഷ്യം വെറും ഒരാളെ കൊല്ലുക മാത്രമല്ല, ഭയം വിതറുക, പ്രതിരോധ സ്വരങ്ങളെ നിശബ്ദമാക്കുക, യൂറോപ്യൻ സമൂഹങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക എന്നിവയാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലുടനീളം നടന്ന അട്ടിമറി, തീവെപ്പ്, ചാരവൃത്തി പദ്ധതികൾ എന്നിവയെല്ലാം ഒരേ വലിയ പ്രചാരണത്തിന്റെ ഭാഗമെന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ കഥയുടെ മറുവശവും അത്ര തന്നെ ശക്തമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നത് റഷ്യയുടെ ഈ നീക്കങ്ങൾ ക്രെംലിന്റെ ശക്തിയും ദൃഢനിശ്ചയം തെളിയിക്കുക എന്നതാണ്. റഷ്യയെ വഞ്ചിക്കുന്നവരെയോ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെയോ എവിടെയായാലും കണ്ടെത്തുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചില റഷ്യൻ ദേശീയവാദികൾ ഈ നീക്കത്തെ രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുന്ന അനിവാര്യ യുദ്ധമെന്ന നിലയിലാണ് കാണുന്നത്. 2018 ബ്രിട്ടനിലെ സാലിസ്ബറിയിൽ മുൻ റഷ്യൻ ചാരൻ സെർജി സെക്രിപാലിനെ വിഷം കൊടുത്ത കേസിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ നൂറുകണക്കിന് റഷ്യൻ നയതന്ത്രജ്ഞരെ പുറത്താക്കി.
എന്നാൽ അതിനുശേഷം റഷ്യ കൂടുതൽ രഹസ്യപരമായ രീതിയിലേക്ക് മാറിയതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ന് നേരിട്ട് GRU ചാരന്മാരെ അയക്കുന്നതിന് പകരം പ്രാദേശിക കുറ്റവാളികളെയും കുടിയേറ്റക്കാരെയും ഉപയോഗിച്ച് ഓപ്പറേഷനുകൾ നടത്തുന്നതാണ് റഷ്യയുടെ രീതി. ഇത് കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ചെലവ് കുറഞ്ഞതുമാണ്. അതേസമയം യൂറോപ്പിലെ സുരക്ഷാ ഏജൻസികൾക്ക് ഏറ്റവും വലിയ ഭയം മറ്റൊന്നാണ്. ഇതുവരെ തടഞ്ഞു നിർത്തിയ പല ഗൂഢാലോചനകളും വെറും പരീക്ഷണ ഓപ്പറേഷനുകൾ മാത്രമാണോ എന്ന സംശയം. കാരണം റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ശരിക്കും ഒരാളെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചാൽ അത് സാധ്യമാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് വിലയിരുത്തൽ. അതിനാലാണ് ഇന്ന് യൂറോപ്പിലെ പല റഷ്യൻ ആക്ടിവിസ്റ്റുകളും ഒരു നിഴൽ ജീവിതം നയിക്കുന്നത്. ഓരോ അന്യനോട്ടവും സംശയകരമായി നിൽക്കുന്നത്. ഓരോ ഫോൺ കോളുകളും ഭീഷണിയുടെ സാധ്യത നിറഞ്ഞതാണ്. ഓരോ യാത്രയും ജീവൻ പണയം വെച്ചുള്ള നീക്കവും. എന്നാൽ അവർ പിന്മാറുന്നില്ല. കാരണം അവർ വിശ്വസിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ഭയം വിജയിച്ചാൽ റഷ്യ വിജയിക്കും.